അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഉലകങ്ങളടക്കം കായിനാത്താകെ സൃഷ്ടിത്തെ ഉടയനെ പുകഴ്ന്തല്ലും പകൽ നൂറുള്ള നബിയിൽ ഉരത്തേറ്റം സലാവാത്തും സലാമും നല്ല വിധമരി കരാലിൽ ചൊല്ലായി. നഹ്നു അലൈക ഹസ്സനുൽ ഖസസ്, ചരിത്രങ്ങളിൽ ഏറ്റവും നല്ല രസകരമായ കഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുവെന്ന് പറഞ്ഞു ഖുർആൻ തുടങ്ങുന്ന ആ രസകരമായ ചരിത്ര സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അന്തറോബ് ദ്വീപുകാരനായ ബഹുമാനപ്പെട്ട ബാവ മൗലവി മുത്തുക്കോയ തങ്ങൾ മഹാനവറുകൾ ഇന്ന് കുന്നത്തേരിയിൽ, ആലുവ കുന്നത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ. അദ്ദേഹം സർവശക്തനായ റബ്ബിൽ 1000 ഹംദുകൾ അർപ്പിച്ചുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും അനുചരന്മാരിലും സഹാബത്തിലും കൃപാകടാക്ഷങ്ങൾ വർഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കാവ്യരചനക്ക് തുടക്കം കുറിക്കുകയാണ്. ജലീലാബൻ ഫുർഖാനിൽ അഹ്സനുൽ ഖസസെന്ന് ചാറ്റിയേ കഥകൾ ശേഖരിച്ചിട്ടുള്ള കവിത സാരവജഗപദ്യ പദങ്ങളെല്ലാ ജനമനം സുഖിപ്പിക്കുന്ന അള്ളാഹു റബ്ബുൽ ഇസ്സ ഒരധ്യായം തന്നെ ഈ കഥ പറയാൻ വേണ്ടി ഉപയോഗിച്ച അഹ്സനുൽ ഖസസ്, ചരിത്ര കഥകളിൽ ഏറ്റവും രസകരമായ കഥ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ആ ചരിത്ര സംഭവമാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു പദ്യരൂപത്തിൽ ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങൾ പറയുന്നത്. ഖലീലുന്ന ഇബ്രാഹിം നബിക്ക് സാറയിൽ നിന്ന് കടശി പുത്തിരനുണ്ട് ജനിക്കപ്പെട്ട് വിവിധ കരുണയാൽ ഇസ്ഹാഖ നവർ പേരിട്ട് കുളിർമയിൽ വളർത്തപ്പെട്ട് 4000 വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രമുറങ്ങുന്ന ബാബിലോണിയിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചിരിക്കുമ്പോൾ ആ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നത് എന്ന് മുമ്പ് നാം വിവരിച്ചിട്ടുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യം വിവാഹം ചെയ്തത് സാറാ ബീവിയായിരുന്നെങ്കിലും സാറാ ബീവിയിൽ സന്താന ഭാഗ്യം ലഭിക്കാത്ത കാരണത്താൽ ആദ്യ കാലഘട്ടങ്ങളിൽ സാറാ ബീവിയുടെ അനുവാദത്തോടുകൂടെ തന്നെ മഹദിയായിരിക്കുന്ന ഹാജറ ബീവിയെ വിവാഹം കഴിക്കുകയും അതിലൊരു കുഞ്ഞ് ജനിക്കുകയുമാണ്. അതാണ് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. പിന്നെ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധി അത് നടക്കുകയാണ്. അഥവാ സാറാ ബീവിയിൽ വാർദ്ധക്യ സമയത്ത് ഒരു കുട്ടി ജനിക്കുകയാണ്. അതാണ് മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ മാതാപിതാക്കൾക്ക് ഒരു കൺമണി ഉണ്ടായപ്പോൾ, അതായത് കൺമണി കാണാതെ ഉണ്ടാകുമ്പോൾ അതൊരു വേറൊരിതാണല്ലോ. അപ്പോൾ അങ്ങനെ മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനെ ലാളിച്ച് താലോലിച്ച് വളർത്തിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ അല്ലാഹു റബ്ബുൽ ഇസ്സ പ്രവാചകനായി നിയോഗിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പാദമുന്നേണ്ട ആ സമയത്ത് ഒരു വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. ആരെയാണ് വിവാഹം ചെയ്തു കൊടുത്തത് എന്ന് കവി തന്നെ പറയട്ടെ. വലുതായി മകൻ സർവ ഗുണ സമ്പൂർണേരാം ഏറ്റം പള്ളർമയിൽ നബിയായി ടാറുസലം ഉടനെ പതിവിദിൻ മണിമോള മൂടി താർന്നല്ല സഖിസുഖം എടുക്കയില്ല. അവിടുത്തെ ഒരു പ്രധാനിയായ ബദവീദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മോളായ റഫ്ഖാൻ ബീവി റളിയല്ലാഹു തആല അൻഹയെയാണ് മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വിവാഹം കഴിച്ചു എന്ന് മാത്രമല്ല, അങ്ങനെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് തള്ളി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാലചക്രം കറങ്ങി അങ്ങനെ
ദാമ്പത്യ വെല്ലരിയിൽ അവർക്ക് രണ്ട് കുട്ടികളുണ്ടാകാൻ വേണ്ടി പോവുകയാണ്. മഹതിയായിരിക്കുന്ന റഫ്ഖാൻ ബീവി റളിയല്ലാഹു തആല ഗർഭം ചുമന്ന് ഒരു രസകരമായ സംഭവം വയറ്റിനുള്ളിൽ നടക്കുകയാണ്. എന്താണ് എന്ന് കവി തന്നെ പറയട്ടെ. പതിവ് പോൽ വിലാദത്തെ എതിർ പാർത്തങ്ങിരിക്കുമ്പൽ മാനവീ തന്നെ തീരു ബാത്തനകത്ത് ബത്ത് ബാലർ രണ്ടുരക്കും വാചകം ശ്രവിത്ത് അവരതിൽ ശ്രദ്ധിച്ചോർത്ത്. അത് മറ്റൊന്നുമായിരുന്നില്ല, മഹദിയായിരിക്കുന്ന റഫ്ഖാൻ ബീവി റളിയല്ലാഹു തആല വയറ്റിൽ നിന്ന് രണ്ട് കുട്ടികൾ സംഭാഷണം നടത്തുകയാണ്. ആ സംഭാഷണം 37 ഇങ്ങനെ ചുവടുകൊടുത്ത് നോക്കി. റഫ്ഖാൻ ബീവി ഇങ്ങനെ ചുവടിങ്ങനെ കൊടുത്തു നോക്കുമ്പോൾ രണ്ട് കുട്ടികൾ വർത്തമാനം പറയണം. എന്താണ് വർത്തമാനം പറയുന്നത്? കുട്ടികൾ തമ്മിൽ എന്താണ് പറയുന്നത്? ഉദരത്തിന്നോനൈ മുന്നം പിറക്കുകിൽ ആനമാതയുടകൂത്തമൈ പോളിത്ത് ബന്ധിടും ശക്കില്ല മറ്റോരുരത്തം ദേഫിയൊട്ടും ഉചിതമല്ല ഉനയത് വിധം ചെയ്യല്ല. ഒരു കുട്ടി മറ്റേ കുട്ടിയോട് പറയാണ്, ഞാനാണ് ഉമ്മയുടെ വയറ്റിൽ നിന്നും ആദ്യമായി പുറത്തേക്ക് പോകുക. അപ്പോൾ മറ്റേ കുട്ടി പറയുന്നു, എടാ മോനെ, നീ ഉമ്മായെ വേദനിപ്പിക്കലടാ, നീ തന്നെ ഞാൻ ആദ്യം പോയിക്കോളാം. അങ്ങനെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചാണ്. അവസാനം ഒരു കുട്ടി മറ്റേ കുട്ടിയോട് പറഞ്ഞു, നീ ഉമ്മാനെ വേദനിപ്പിക്കാതെ നീ തന്നെ ആദ്യം പോയിക്കോ എന്ന് പറഞ്ഞ് വഴിമാറി കൊടുത്തു. എന്ന് മാത്രമല്ല, അങ്ങനെ മഹദിയായിരിക്കുന്ന റഫ്ഖാൻ ബീവി റളിയല്ലാഹു തആല സുഖപ്രസവം നടത്തിയെന്ന് മാത്രമല്ല, രണ്ട് കുട്ടികളെയാണ് ഗർഭത്തിലുണ്ടായിരുന്ന രണ്ട് കുട്ടികളെയും സുഖസുന്ദരമായി പ്രസവിച്ചു എന്ന് മാത്രമല്ല, പ്രസവിച്ചതിന് ശേഷം എന്ത് കവി വിവരിക്കുന്നു. കശിന്തുടൻ ബീവി പിതാവിൽ രണ്ടര പാശത്തെ കദിത്ത് അല്ലെങ്കിൽ കുദിത്ത് മുൻവന്തോരിൽ ബത്ത് ഐസെന്ന നാമത്തെ. അങ്ങനെ സുഖമമായ പ്രസവം നടത്തിയെന്ന് മാത്രമല്ല, ആദ്യം വന്ന കുട്ടി അതാ ഐസി എന്ന് പേരായ ധീരതയോടെ ധീരത കാട്ടി പുറത്തു വന്ന എന്നർത്ഥം വരുന്ന ഐസി എന്നാണ് കുട്ടിക്ക് നാമകരണം തന്നെ ചെയ്തത്. വശുഗാത ബന്തോരിൽ യഴക്കൂബുണ്ടും വിസുമിട്ട്, അതായത് പിന്തി വന്നവൻ എന്നർത്ഥം വരുന്ന യഴക്കൂബ് എന്ന് രണ്ടാമത്തെ കുട്ടിക്കും പേരിട്ടു. അങ്ങനെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ലാളനയേറ്റുകൊണ്ട് അവർ വളർന്നു വരികയാണ്. അശഗർ നബിയാർക്ക് മൂത്ത മോരിൽ ഉകപ്പേരാ അരിമക്കീടാങ്ങൾ വളർന്ന് രണ്ടാളും മേജരായി. ഇവിടെ ഒരു സംഭവം കഥ എനിക്ക് ഓർമ്മ വരികയാണ്. അരു എന്ന് പറഞ്ഞപ്പോഴേ എന്താണത്? അതായത് പണ്ട് നബിദിനത്തിന് കുട്ടികൾക്ക് സ്കൗട്ട് കൊടുത്തിരുന്നു. പണ്ട് ഇന്ന് ദഫുണ്ടാണിന് പകരം അന്ന് സ്കൗട്ടായിരുന്നു. അപ്പോൾ അന്ന് സ്കൗട്ടിനാണ് സ്ഥാനം. അപ്പോൾ ഈ സ്കൗട്ടിലിങ്ങനെ കുട്ടികളിങ്ങനെ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞങ്ങനെ നടക്കുമല്ലോ. അപ്പോൾ പ്രത്യേക വേഷം കഴിഞ്ഞിട്ട് കുട്ടികളിങ്ങനെ റോട്ടിൽ കൂടെ അങ്ങനെ നടക്കുകയാണ്. വണ്ടി പോണ റോഡാണ്. അന്ന് താൽക്കാലികമായി കുറച്ച് ബസ്സുകളുള്ളൂ. ഇന്നിപ്പോൾ കണ്ടമാനം വാഹനങ്ങളാണ്. അന്ന് എപ്പോഴെങ്കിലും ഒരു ബസ്സേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് റോട്ടിൽ കൂടെ വിശാലമായി ഇങ്ങനെ ചവിട്ടി നടക്കുകയാണ്. അതിൽ ഈ നബിദിനത്തിന് സ്വീകരണമൊക്കെ കൊടുക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കുട്ടികൾ വെള്ളം കുടിക്കുന്നിടത്തേക്ക് പാഞ്ഞു. മറ്റേ ജാതിയിലുള്ള കുട്ടികൾ, സ്കൗട്ടിൻ്റെ കുട്ടികളെ റോട്ടിൽ അവിടെ ചവിട്ടിയിട്ട് അവിടെ ഒറ്റ നിർത്തലാണ് നിർത്തിയ ചങ്ങായി. അപ്പോൾ ഒരു ഇംഗ്ലീഷിൽ പറയുമ്പോൾ കുട്ടികൾ നടക്കും, അതേപോലെ തന്നെ ഇംഗ്ലീഷ് പറയുമ്പോൾ നിർത്തും. ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് നടക്കുക. കുട്ടികൾ നടു റോട്ടിൽ നിൽക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ബസ് വന്നപ്പോൾ ഇനിയിപ്പോൾ ഈ കുട്ടികൾ അരുവിക്ക് മാറണമെങ്കിൽ എന്താ പറയാമെന്ന് ആർക്കും അറിയില്ല. ഈ ചെറുക്കനാണെങ്കിലോ, അത് നിയന്ത്രിക്കണ ചെറുക്കനാണെങ്കിലോ ഓൻ വെള്ളം കുടിച്ചാൻ വയ്ക്കുകയാണ്. ബസ്സാണെങ്കിൽ വരുന്നുണ്ട്. അതിൽ അവിടെ ഉണ്ടാകുന്നൊരു വീരാക്ക. അപ്പോൾ വീരാക്ക വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്താ ഇപ്പോൾ ഈ ബസ്സാണാ വരുന്നത്, കുട്ടികൾ നടു റോഡിൽ ചവിട്ടി നിൽക്കണം. റബ്ബേ, ഈ കുട്ടികളെ അരൂക്കൻ മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ വീരാക്ക പറഞ്ഞു, അരൂക്ക്
അപ്പോൾ പിന്നെ കുട്ടികൾ മാറി അരൂഖ് എന്ന് പറഞ്ഞപ്പോൾ എന്താ ഇംഗ്ലീഷ് പറയുന്ന വീരാക്കൊക്കെ അറിയില്ല. അപ്പോൾ വീരാക്ക് പറഞ്ഞു അരൂഖ് അരൂഖ് എന്ന പോലെ അശഗറിനെ പിയാർക്ക് മൂത്ത മോരിൽ ഉകപ്പേറ അരിമക്കീടാങ്ങൾ വളർന്ന് രണ്ടാളും മേജരായി. അങ്ങനെ രണ്ട് കുട്ടികളെയും മാതാവായിരിക്കുന്ന റഹ്ഖാൻ ബിബി റളിയല്ലാഹു തആല അൻഹായും അതുപോലെ തന്നെ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമും പൊന്നുപോലെ വളർത്തുകയാണ്. അങ്ങനെ ഏറ്റവും ആദ്യം വന്ന കുട്ടിക്ക് ഐസ് എന്നാണ് പേരിട്ടതെങ്കിലും രണ്ടാമത് വന്ന കുട്ടിക്ക് പേരിട്ടത് അത് യഅ്ഖൂബ് എന്നായിരുന്നു. മാതാവായിരിക്കുന്ന റഹ്ഖാൻ ബിബിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം യഅ്ഖൂബിനോടായിരുന്നു, എന്നാൽ ബാവക്കാണെങ്കിൽ ഐസിനോടായിരുന്നു. അങ്ങനെ ഏതായാലും രണ്ട് കുട്ടികളെയും അവർ ലാളിത്യത്തോടുകൂടെ അതിസുന്ദരമായി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് അടുത്ത കവി അടുത്ത എപ്പിസോഡിൽ അങ്ങനെ വിവരിക്കും.